BJPക്കെതിരെയുള്ള ചോദ്യങ്ങളായിട്ട് വരുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില, അന്നത്തെ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും നിങ്ങൾ കുറയ്ക്കുന്നില്ലല്ലോ, അത് കൂടിക്കിടക്കുന്നു. രണ്ടാമത്തേത്, ഗ്യാസിൻ്റെ ഉജ്ജ്വൽ ഗ്യാസ് യോജന ഉണ്ടെങ്കിൽ പോലും സബ്സിഡി നിങ്ങൾ നിർത്തലാക്കി, സാധാരണക്കാരുടെ ജീവിത ചെലവ് ഇരട്ടിച്ചുവെന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തെ മോദി സർക്കാർ യഥാർത്ഥത്തിൽ മെച്ചപ്പെടുത്തി എന്നുള്ളത് വോട്ടർമാർക്ക് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെ ബോധ്യമാണെങ്കിൽ ബോധ്യമാവുന്നതുകൊണ്ടാണല്ലോ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾക്കെതിരാണ് ഒരു സർക്കാരെങ്കിൽ ഒരിക്കലും ആ സർക്കാർ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തില്ല. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് സമൂഹത്തെക്കാൾ ഉന്നതമാണ്. അവിടെ ജനാധിപത്യം, അവർ നെഗറ്റീവ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നെഗറ്റീവ് വോട്ട് ചെയ്തിട്ടുണ്ട്, സർക്കാരിനെ പുറത്താക്കേണ്ട സമയത്ത് പുറത്താക്കിയിട്ടുണ്ട്, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ജനാധിപത്യ ബോധം വളരെ ഉന്നതമാണ്. ഒരു ഗവൺമെൻറ് ജനവിരുദ്ധമാണെങ്കിൽ ഒരിക്കലും ആ ഗവൺമെൻറ് തുടർച്ചയുണ്ടാവില്ല. ഞങ്ങൾ 2014 ലയിച്ചു, 2019 സീറ്റും വോട്ടും കൂട്ടി. നമ്മൾ കാത്തിരിക്കാം, 1 മാസം കൂടിയല്ലേ. ജൂൺ 4 റിസൾട്ട് അറിയുമ്പോൾ ഞങ്ങൾ വോട്ടും കൂട്ടും സീറ്റും കൂട്ടും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് ഒഴികെ മറ്റൊരു ഗവൺമെൻറ്റിനും പോൾ ചെയ്ത് 50% മേലെ കിട്ടിയിട്ടില്ല. ഈ തവണ മോഡി 50% മേലെ നേടും. അതിൽ നിന്ന് കോഴിക്കോടിന് നിശ്ചിത വിഹിതം ഉണ്ടാവും. കോഴിക്കോട് വിഹിതമുണ്ടാകും. ഈ 400-1 കോഴിക്കോടായിരിക്കും. 400-1 കോഴിക്കോടായിരിക്കും. ഈ വോട്ടർമാരിൽ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വോട്ടർമാർക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ടല്ല എനിക്കവർ വോട്ട് ചെയ്യും. കാരണം അവർക്ക് എന്നെ അറിയാം. ന്യൂനപക്ഷ സമൂഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയല്ല. അവർക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ അറിയാം. അതുകൊണ്ട് കോഴിക്കോട്ടെ ന്യൂനപക്ഷ സമൂഹം എനിക്ക് വോട്ട് ചെയ്യുന്നു എനിക്കറിയാം. കാരണം ഞാൻ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എന്താണെന്ന് അവർക്കറിയാം. ഈ പ്രചരണമല്ലല്ലോ പ്രധാനം. സ്വാഭാവികമായിട്ട് അവരെനിക്ക് വോട്ട് ചെയ്യും. ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ നേതൃസ്ഥാനങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യത MT രമേശ് കാണുന്നുണ്ട്. കാരണം പാർട്ടി എല്ലായിടങ്ങളിലും പാർട്ടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമ്പോഴും കേരളത്തിൽ അതിന് സാധ്യത ഉണ്ടായിരുന്നിരിക്കെ കേരളത്തിൽ വേണ്ടത്ര രീതിയിൽ BJP കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിലുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാവരുടെയും കാലാവധി അവസാനിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ കാലാവധി നീട്ടി. ജൂൺ മാസം വരെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കാലാവധി. ജൂൺ മാസം നഡ്ഡാജിയുടെ കാലാവധി അവസാനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങും. അത് തുടങ്ങി അതിന്റെ പരിസമാപ്തിയിൽ പുതിയ നേതൃത്വം എല്ലാ തലത്തിലും വരും. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുതിയ നേതൃത്വം വരും. പുതിയ നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ മാസം ആ കാലാവധി പൂർത്തിയാക്കിയത് എക്സ്റ്റൻഷൻ പീരീഡ് കഴിയുമ്പോൾ ജൂൺ മാസത്തോടു കൂടി വരും. ഇല്ല, സ്വാഭാവികമായി വരും. ജൂൺ മാസം വരില്ല. ജൂൺ മാസം ഞങ്ങളുടെ പുതിയ മെമ്പർഷിപ്പ് പ്രവർത്തനം, തെരഞ്ഞെടുപ്പ്, അതൊരു 3-4 മാസത്തെ എക്സസൈസ് ആണ്. അത് കഴിയുമ്പോൾ ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ പാർട്ടിക്ക് പുതിയ നേതൃത്വം വരും. അപ്പോൾ സംസ്ഥാനത്തിന് പുതിയ നേതൃത്വം ഉണ്ടാവും. 400-ൽ 1 സീറ്റ് കോഴിക്കോട് നിന്നാണ് എന്ന ആത്മവിശ്വാസവും MT രമേശ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വോട്ട് ചെയ്യാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും പ്രവർത്തകർ BJPക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രതിച്ഛായയുടെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പോൾ ഞാൻ 2 വട്ടം പൂർത്തിയാക്കി. ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനാണ്. അപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ഫീലിംഗ് എന്താണെന്ന്. ഒരാളും നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മോഡിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഈവൻ BJP വോട്ടർമാരല്ലാത്ത ആളുകളോട് പോലും നമ്മൾ മോഡിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പ്രോ മോഡിയാണ്. അതുകൊണ്ട് ആ ഒരു ആനുകൂല്യം എനിക്കുണ്ടാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ആളുകൾ എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ഓരോ വീട്ടിനകത്തും നരേന്ദ്രമോദി എന്നുള്ളത്. കാരണം 5 കിലോ സൗജന്യ അരി കിട്ടാത്ത ഒരു വീട് പോലും കേരളത്തിലില്ല. എല്ലാ വീട്ടിലുമുണ്ട്. ഇവരിതൊക്കെ പറയുമ്പോഴും ആഴ്ചയിൽ പോയിട്ട് റേഷൻ കടയിൽ പോയിട്ട് എല്ലാ അരി മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ആരാണ് അവർക്ക് സൗജന്യമായിട്ട് അരി കൊടുക്കുന്നത്. ആ ഒരു വിഷയം മാത്രം മതി ജനം BJPക്ക് വോട്ട് ചെയ്യാൻ. അപ്പോൾ ആത്മവിശ്വാസത്തിലാണ് MT രമേശ് ഇറങ്ങുന്നത്. 2 ഡിജിറ്റ് കേരളത്തിൽ ഓപ്പൺ ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എൻ്റെ ഒരു സംശയം, അതിനുള്ള സാധ്യത MT രമേശ് റിയലിസ്റ്റിക്കായി പറഞ്ഞാൽ കേരളത്തിൽ കാണുന്നില്ലല്ലോ. നമുക്ക് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരോടും ജനങ്ങളോടും 2 അക്ക സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഇനി ജനം തീരുമാനിക്കട്ടെ. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെയും അണ്ടർ എസ്റ്റിമേറ്റ്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പറയാം. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ 77-ൽ ഇന്ദിരാഗാന്ധി തോക്കുമെന്ന്? അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു രാജീവ് ഗാന്ധിക്ക് അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരിക്കലും നമ്മൾ സാധാരണ ഈ അരിത്മാറ്റിക് അല്ല, സാധാരണ കണക്കല്ല. അതുകൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം കേരളം ഒരു വല്ലാത്ത സന്നിഗ്ധാവസ്ഥയിലാണ്. അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. അത് ഇന്നാണോ നാളെയാണോ അത്രമാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ
ഇന്ന് പരിഹാരം ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനം ചിന്തിച്ചാൽ പ്രധാനമന്ത്രി പറഞ്ഞ 2 ഡിജിറ്റിലേക്ക് ഞങ്ങൾ എത്തും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ആ ആത്മവിശ്വാസമാണ് MT രമേശിനും BJP നേതൃത്വത്തിനുമുള്ളത്. എന്തായാലും കോഴിക്കോട് പ്രചരണ പ്രവർത്തനം ഉഷാറാക്കി ടോപ്പ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂളിൽ മോദി വടക്കൻ കേരളത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നിലക്ക് അങ്ങനെ വരേണ്ടതാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ വന്നിട്ടുള്ള മധ്യ കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിലേക്ക് വരും. പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വടക്കൻ കേരളത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രീ MT രമേശ്, ഇപ്പോൾ UDF-ലെ കോൺഗ്രസിലെ നേതാക്കന്മാരിൽ പലരും ND-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും, എല്ലാവരും അല്ലെങ്കിൽ പോലും. അപ്പോൾ ഇനിയും മുതിർന്ന നേതാക്കൾ BJP ബെൽറ്റിലേക്ക് വരുമോ? നിങ്ങൾ അവരുമായിട്ടൊക്കെ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നു? അവരങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരും CPM-ന്റെ സാധാരണ പ്രവർത്തകന്മാരും BJP-യിലേക്ക് വരുന്നു. ഞാനീ പോകുന്ന സ്ഥലത്തൊക്കെ ഏത് പരിപാടിക്കും ഒരു 4-5 ആളുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അതെല്ലാം CPM-ന്റെ സാധാരണ പ്രവർത്തകരാണ്. അപ്പോൾ CPM പ്രവർത്തകന്മാരും കോൺഗ്രസ് നേതാക്കന്മാരാണ് വരുന്നത്. അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കൂടി വരും, CPM-ന്റെ നേതാക്കന്മാർ വരും. അതുകൊള്ളാം, ഒരു പ്രത്യേക കോമ്പിനേഷൻ ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കും. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നോക്കാം. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗംഭീരമായിരിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദമാണ്. മാത്രമല്ല MT രമേശിനെ കുറിച്ച് എപ്പോഴും BJP-ക്കുള്ളിലെ സൗമ്യമായൊരു മുഖമാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കൾക്ക് സൗമ്യമില്ല പോയില്ല എന്നില്ല. പക്ഷേ എങ്കിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നിങ്ങൾക്ക് MT രമേശിനെ കാണാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു MT. അപ്പോൾ ഗംഭീരമാവട്ടെ. അപ്പോൾ നമ്മൾ